ഒരു ജാതി കരിങ്കോഴി അടിച്ചാ പൊട്ടാത്ത കരിങ്കോഴി നിന്നടക്കും കൂട്ടിന്ന് മുറുക്കും ഞാൻ. ഇന്ന് നമ്മളുണ്ടാക്കുന്ന സ്പെഷ്യൽ വിഭവമാണ് ഒരു ജാതി കരിങ്കോഴി. തിളച്ച വെള്ളത്തിൽ കുളിച്ചു കയറിയ കറുത്തൊരു കോഴി മരുന്ന് നിറഞ്ഞ കറുത്തൊരിറച്ചി കടിച്ചു തിന്നും ഞാൻ. ഈ മരുന്ന് നിറഞ്ഞ കറുത്ത ഇറച്ചി എന്ന് ഞാൻ പറഞ്ഞത് പാട്ടിന് വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ട് ഉണ്ടാക്കിയൊരു വരി മാത്രമൊന്നുമല്ല. വളരെയധികം പോഷകഗുണങ്ങളും മരുന്നുകളൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു ഇറച്ചി തന്നെയാണ്. അതിൽ വളരെയധികം പ്രോട്ടീൻസ് ഉണ്ട്. കൊളസ്ട്രോളിൻ്റെ ലെവൽ വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് കരിങ്കോഴി ജാതിക്ക ചേർത്ത് അരച്ച് എങ്ങനെ വെക്കാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. തുടങ്ങാം. തുടുത്ത മഞ്ഞൾ അരച്ചു ചേർത്തിട്ട് ഇളക്കി വെക്കണം, ഉപ്പിൽ ഇളക്കി വെക്കണം എന്ന് പറഞ്ഞ് ഉപ്പ് നിറച്ച് വാരിയിടാന്നല്ല. അത്യാവശ്യത്തിന് മഞ്ഞപ്പൊടിയല്ല, മഞ്ഞൾപ്പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നാടൻ മഞ്ഞൾ ഉണക്കി എടുത്ത് കൊണ്ടുപോയി പൊടിച്ച് അത് ചേർത്ത മഞ്ഞൾപ്പൊടി. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഈ കോഴീനെ തിളച്ച വെള്ളത്തിൽ മുക്കുമ്പോൾ തന്നെ അതിൻ്റെ ശരീരത്തിലുള്ള ഈ എന്തെങ്കിലും കീടാണുക്കളോ സാധനങ്ങളുണ്ടെങ്കിൽ ഒരുവിധം പോവും. മഞ്ഞൾ ചേർത്തിട്ട് പാമ്പിനെ തിന്നാണെങ്കിലും മഞ്ഞൾ ചേർത്ത് പരട്ടി വയ്ക്കുന്നത് ഞങ്ങളുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്. അതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയ്ക്കധികം ഇതിലത്തെ വിഷാംശങ്ങളെ നീക്കാൻ നമ്മുടെ നാടൻ പച്ചമഞ്ഞളിന് കഴിവുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കാരണന്മാർ അത് അങ്ങനെ ചെയ്യാൻ തന്നെ പറഞ്ഞിരിക്കുന്നത്. ഈ കരിങ്കോഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് നമ്മുടെ നാട്ടിൽ ഉപയോഗിച്ചിരുന്ന മന്ത്രവാദികളാണ് മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്. ഇതിൻ്റെ പൂവും ഈ കുക്കൊക്കെ കറുത്തിരിക്കുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ സാധാരണ അങ്ങനെ കണ്ടിട്ടില്ല. ഈ മന്ത്രവാദി പൂജയ്ക്ക് കൊണ്ടുവരുന്ന ഈ കരിങ്കോഴിനെ കാണുമ്പോൾ അവർ ഞെട്ടും, അവരൊന്നും ഭയക്കും. പക്ഷെ അത് ഭയക്കേണ്ട സാധനമല്ല, വളരെയധികം സ്നേഹിക്കുകയും നമ്മൾ നല്ല രീതിയിൽ കഴിക്കുകയും ചെയ്യുന്ന ഒരു സാധനമാണ് കരിങ്കോഴി. അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത് മടി പിടിച്ച് തൊലി കളഞ്ഞ ചെറിയ ചോന്നുള്ളി കുനാന്ന് അരിഞ്ഞു ചേർത്തിട്ടിളക്കി വെക്കണം, മുറിച്ചു വെക്കണം. ഈ മടിയാണല്ലോ കണ്ടുപിടുത്തങ്ങളുടെ ആശാൻ. അപ്പോൾ അലക്കാൻ മടിയായപ്പോൾ വാഷിംഗ് മെഷീൻ കണ്ടുപിടിച്ചു, അരയ്ക്കാൻ മടിയായപ്പോൾ മിക്സി കണ്ടുപിടിച്ചു, അതുപോലെ ഉള്ളി തൊലി കളയാൻ മടിയായപ്പോൾ സബോള കണ്ടുപിടിച്ചു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ചെറിയ ഉള്ളിയുടെ ടേസ്റ്റും ചെറിയ ഉള്ളിയുടെ പവറൊന്നും സബോളയ്ക്ക് ഇല്ലാന്ന് തന്നെയാണ് പൊതുവെയുള്ളത്. അതുകൊണ്ട് നമ്മൾ നിർബന്ധമായിട്ടും ചെറിയ ഉള്ളി തന്നെ ഉപയോഗിക്കണം. കാരണം ഔഷധ ഗുണ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, ടേസ്റ്റിനാണല്ലോ ഏറ്റവും വലിയ പ്രാധാന്യം ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ. അതിൽ ഏറ്റവും നല്ല ടേസ്റ്റ് കൊടുക്കാനാണ് നമുക്ക് ചെറിയ ഉള്ളി. അത് നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കിയാൽ മനസ്സിലാവും. ചെറിയ ഉള്ളി ഇപ്പോൾ ഹോട്ടലുകളിലൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ചെറിയ ഉള്ളി ഇട്ട് വെച്ച ചിക്കൻ എന്നൊക്കെ എഴുതി തുടങ്ങിയിട്ടുണ്ട്. മടിയൊക്കെ തിരിച്ച് മാറി തുടങ്ങി. അത് ബംഗാളി വന്നുകൊണ്ടാവാം ചിലപ്പോൾ. എന്തായാലും നമ്മുടെ കാര്യത്തിലേക്ക് നമുക്ക് വേണ്ടത് ചെറിയ ചുവന്നുള്ളിയാണ്. അത് നല്ല കുനാന്നരിഞ്ഞിട്ട് നല്ല നാടൻ ചക്കിലാട്ടിയ വെളിച്ചെണ്ണ എടുത്തിട്ട് അത് ഒഴിച്ച് ചൂടാക്കി നമ്മൾ അതിലേക്ക് ഈ ചെറിയ ഉള്ളി നല്ലപോലെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ നിറം മാറുന്നത് വരെ നല്ല വാടി വരുന്നത് പോലെ നല്ലപോലെ ഇളക്കി കൊടുക്കുക. അത് ലേശം ഉപ്പിട്ട് കൊടുക്കുക. ഒക്കെ റെഡിയായിട്ട് ആ ഉള്ളി ഇങ്ങനെ റെഡി ആയിട്ട് വരുമ്പോൾ ആ സ്മെല്ല് ഇങ്ങനെ പതുക്കെ പൊന്തി വരും. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, എന്ത് നമ്മളുണ്ടാക്കുന്ന ഭക്ഷണം ടേസ്റ്റായി തുടങ്ങി. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ സാധനല്ലേ, ഇതാണ് നമ്മൾ പച്ചമുളക് എന്ന് പറയും, സിറാമുളക്. ഏത് ഈ സാധനം എൻ്റെ പേരാണ് സിറ എന്നുള്ള ഹൈബ്രിഡ് ബ്രാൻഡാണ്. കേരളത്തിലും തമിഴ്നാട്ടിലായിട്ട് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന മുളകാണത്. 50 സെൻറ്റിന്ന് നമുക്കൊരു 100 കിലോ 4 ദിവസം കൂടുമ്പോൾ എടുക്കാം എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഇത് സുയിത്ത് എന്ന് പറഞ്ഞിട്ട് ആലപ്പുഴയുള്ള ഒരു കർഷകൻ ഈ സാധനം കൃഷി ചെയ്യുന്നുണ്ട്. ഏറ്റവും നല്ല രീതിയിൽ അവനാണ് ഇത് ചെയ്യുന്നത്. 50 സെൻറ്റിന്ന് അവൻ എടുക്കുന്നത് 100 കിലോ മുളകാണ് 4 ദിവസം കൂടുമ്പോൾ. സുയിത്ത് ബൈ സിറാമുളക് പച്ചമുളക്, നമ്മുടെ മലയാളത്തിൽ പച്ചമുളക്. ഷായിജാറിന് എന്നിട്ട് പറയാനുള്ളത് അപ്പോൾ നല്ല ഫുഡ് കൂടിയില്ല. എന്താ ആവണേന്ന് നമ്മള് ധനീഷേട്ടൻ പറഞ്ഞ മാതിരി എന്ത് ജാതി, എന്ത് മതം, എന്ത് കരിങ്കോഴി, ഏത് ജാതി കരിങ്കോഴി അവന്ന് കണ്ട് തിന്ന് ആസ്വദിക്കണം തീർച്ചയായിട്ടും. ഓക്കെ, ഇതിന്റെ ജാതി എന്ന് പറഞ്ഞാലേ ഇതിന് പ്രത്യേക ജാതി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറമ്പിലുള്ള ഈ മരം കാണിച്ചു കൊടുക്കുന്ന ഒരു കാലഘട്ടം വരും. മനസ്സിലായ സർട്ടിഫിക്കറ്റിൽ പോലും ജാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മരം എന്ന് പറയുന്ന ഒരു കാലഘട്ടം വരും. ആ കാലഘട്ടത്തോടത്തോളം നമ്മൾ ജീവിച്ചിരിക്കും എന്നുള്ളതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സത്യം. എൻ്റെ ജാതി എന്ന് പറഞ്ഞാൽ ഇതാണ്. മനസ്സിലായോ? രണ്ടാമതൊരു ചോദ്യം ചോദിക്കും, അതല്ല ഞാൻ ചോദിച്ചത് ജാതി എന്ന്. അപ്പം ആൾക്കാർ പറയും മനുഷ്യനാണ് എൻ്റെ ജാതി എന്ന്. ജാതി നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു, ഒരു ജാതി കരിങ്കോഴി എന്നല്ലേ പറഞ്ഞത്. ജാതിപത്രി ആയാലും ജാതിക്കായാലും ഒക്കെ നമ്മുടെ കൊച്ചുകുട്ടികൾക്ക് ഒരു വയറുവേദന വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മമാർ ഒക്കെ ചെയ്യുന്ന ആദ്യത്തെ ഒരു കാര്യം, ഒരു ജാതിക്കാരെ കുരു കൊടുത്തു, തേനിലൊന്ന് ചാലിച്ചു. അത് അവർക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ വയറിൻ്റെ പ്രശ്നങ്ങളും ഉദര സംബന്ധമായിട്ടുള്ള ഒരുവിധം പ്രശ്നങ്ങളൊക്കെ നല്ലൊരു മരുന്നാണ് ജാതി. അപ്പോൾ നമ്മൾ ഈ ചിക്കനിൽ നമ്മുടെ ജാതിക്കായ
അരച്ച് ചേർക്കുന്നതിൻ്റെ മെയിൻ ഒരു കാര്യം, നമ്മൾ മരുന്ന് ഷോപ്പുകളിൽ പോയി കഴിഞ്ഞാൽ കോഴിമരുന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് ആയുർവേദ കടകളിൽ നിന്ന് ലഭിക്കുന്നത് പോലെ അതിൻ്റെ അതേ എഫക്റ്റ് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ജാതിക്കായ. ഈ ജാതിക്കായ നമ്മളിതിൽ അരച്ച് ചേർക്കുമ്പോൾ ഒന്ന് അതിൻ്റെ ടേസ്റ്റിലുള്ള വ്യത്യാസം, അതായത് നമ്മൾ ജാതിയുടെ തൊണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ വീട്ടിൽ നിന്ന് ഒരു 50 പൈസയൊക്കെ കട്ടെടുത്ത് പോയിട്ട് ഉപ്പിലിട്ട ജാതിയുടെ തൊട് വാങ്ങി കഴിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കും മിക്കവാറും ആൾക്കാർ. ഞാനൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്കറിയാം, ഉപ്പിലിട്ട ജാതി തോടിൻ്റെ ടേസ്റ്റ്. അതിൻ്റെ ആയുർവേദ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ പലയിടത്തുനിന്നും കേട്ടിട്ടുണ്ട്, നമ്മളത് മനസ്സിലാക്കിയിട്ടുണ്ട്, ഉപയോഗത്തിൽ വരുത്തിയിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഈ നാടൻ ഈ കരിങ്കോഴിയിൽ അരച്ച് ചേർക്കുന്നതിൻ്റെ കാര്യം, ഒന്ന് കരിങ്കോഴിയുടെ ഡൈജഷൻ്റെ സ്പീഡ് കൂട്ടാൻ, വയറിന് ഗ്യാസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളോ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജാതി എപ്പോഴും ബ്ലഡിനെ ശുദ്ധീകരിക്കുക എന്ന് പറയില്ലേ, അതിൽ വലിയൊരു കാര്യം ചെയ്യുന്നൊരു കാര്യമാണ് ജാതിത്തോടെന്ന് ഞാൻ പല സ്ഥലങ്ങളിലും കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാധനം ഞങ്ങൾ പ്രിപ്പറേഷൻ നടത്തി നോക്കിയിരുന്നു ആദ്യം. അങ്ങനെ നോക്കി നടത്തിയപ്പോൾ അതിൻ്റെ ടേസ്റ്റ് നല്ലൊരു ടേസ്റ്റാണ്. നമ്മൾ ഈ ജാതിത്തോടൊക്കെ വെറുതെ കളയണതിന് പകരം അതെടുത്തിട്ട് നല്ല കോഴിയിറച്ചി, നാടൻ കോഴിയും ഈ കരിങ്കോഴിയൊക്കെ ഉണ്ടാകുമ്പോൾ അതിൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ളൊരു ടേസ്റ്റ് അതിന് കിട്ടും എന്ന് 100% ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് നമ്മൾ ചെയ്തുള്ളത്. നിങ്ങളും ഇത് ചെയ്ത് നോക്കുക. ഓരോ ഫ്ലേവറിന് ഇഷ്ടപ്പെടുന്ന സാധാരണക്കാരുണ്ട്, ഓരോ ഇഷ്ടക്കാരുണ്ട്. ഇഞ്ചിയുടെ മണം, ഉദാഹരണത്തിന് ഏറ്റവും നല്ലൊരു കാര്യം പറയാം, ബസ്സിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വെളിച്ചെണ്ണ ആട്ടണ മില്ലിൻ്റെ അടുത്തെത്തുമ്പോൾ ഒരു മണം കിട്ടും. അത് പലരും ബസ്സിൽ കണ്ണടച്ചിരുന്ന് ആസ്വദിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനും അത് ചെയ്യാറുണ്ട്. കൊപ്രാട്ടുന്ന മണം എന്ന് പറയുന്നത്. അതുപോലെ ഒരു ഫ്ലേവറിനെ നമ്മൾ സ്നേഹിക്കും. അതുപോലെ ജീരകം, പെരുംജീരകത്തിൻ്റെ ടേസ്റ്റ്, മസാല കുറവായി കറിയിൽ എന്ന് പറയാറുണ്ട്. ഇതുപോലെ നമ്മൾ ഈ കോഴിക്കറിയിൽ ജാതിയുടെ തോട് അരച്ച് ചേർക്കുമ്പോൾ ഈ ജാതിയുടെ തോടിൻ്റെ ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കുക. ആ ഒരു ടേസ്റ്റ്, ജാതി തോടിൻ്റെയൊക്കെ സ്മെല്ലൊന്നും ഇഷ്ടമല്ലാത്ത ഒരാളും ഉണ്ടാവില്ല ആ ടേസ്റ്റും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമാവുമെന്ന് ഞങ്ങൾക്ക് 100% ഉറപ്പ്. അതേ വീണ ഒരു ജാതിക്കായ ഇപ്പോൾ താഴ്ത്ത് ജാതി തോട്ടത്തിലിരിക്കണത് കേട്ടോ. അങ്ങനെ വരുമ്പോൾ ജാതി നോക്കാതെ ജാതി തോടരക്കേണം, പല്ലുമുറിയെ തിന്നാലും നിൻ എല്ലുബലമേറിടും. ആരോഗ്യത്തിന് വളരെ നമ്പർ 1 സാധനമാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് ഉണ്ടാക്കാം. വെളുത്തുള്ളി ഇഞ്ചിയും ചേർത്തിട്ട് പച്ചക്കുരുമുളകൊപ്പം അരച്ചിട്ട് തക്കാളി വേപ്പലയൊപ്പം ഇളക്കിയിട്ട് നട്ടല്ലു നിർത്തിയാൽ വന്നു നറുമണം വാടാ കരിങ്കോഴി ഇതിൽ ചേർന്ന് കിടക്കാടാ. മണിച്ചാണ്ട് ഒരു ട്യൂണ് വരും. എന്താ കാരണം എന്നറിയോ? ഇത് ചാലക്കുടിക്ക് അടുത്തുള്ളൊരു സ്ഥലത്തിരുന്നിട്ടാണ് നമ്മുടെ ഒരു സുഹൃത്ത് ജിജുബായർ വീട്ടിലിരുന്നിട്ട് അത് ഷൂട്ട് ചെയ്തത്. പിന്നെ ഇവിടെ വന്നപ്പോൾ തുടങ്ങിയിട്ട് ഈ ജാതിമരവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ മണിച്ചേട്ടൻ്റെ പാടിയുടെ പക്ക ലുക്കും ആ ഒരു ഫീലും നമുക്ക് ശരിക്കും ഓർമ്മ വന്നു. അപ്പോൾ ഞാനത് ഇവിടെ വന്നപ്പോൾ തന്നെ സിദിൽ ഭായിയോടും ഷൈജറിനോടും വിഷ്ണുവിനോടും ഷജീറിനോടൊക്കെ പറയുകയും ചെയ്തു അങ്ങനെ ഒരു ഫീൽ ഉണ്ടെന്ന് ശരിക്കും. അപ്പോൾ അവരെന്നോട് തിരിച്ചു പറഞ്ഞു, ഞങ്ങൾക്ക് തോന്നി വേറെ ഇനിയിപ്പോൾ ഒരു വിഷമം തോന്നണേ, പക്ഷെ നമുക്കത് ഓട്ടോമാറ്റിക്കലി അദ്ദേഹത്തിനെ കുറിച്ച് ഓർമ്മ വന്നില്ലെങ്കിൽ പിന്നെ എന്ത് ഋഷുകാരനാ, എന്ത് മലയാളിയാണ്, മണിച്ചേട്ടനെ കുറിച്ച് എന്തെങ്കിലും ഓർമ്മ വരണമല്ലോ. നമ്മുടെ കാര്യത്തിലേക്ക് വരാം. അപ്പോൾ ഈ പച്ചക്കുരുമുളക്, വെളുത്തുള്ളി അറിയാലോ, ഡൈജഷന് ഏറ്റവും നല്ലൊരു കാര്യം ദഹനത്തിന്. പിന്നെ അതിലേക്ക് ഇഞ്ചി, നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നതിന് നമ്മൾ എന്ത് ചെയ്യും, നാടൻ ഇഞ്ചി നല്ല വെളുത്തുള്ളിയും ചേർത്തിട്ട് ചതച്ച് ഒരുപോലെ ആക്കിയിട്ട് നമ്മളത് ഇതിൽ ചേർത്ത് കൊടുക്കും. എന്നിട്ട് ആ വെളിച്ചെണ്ണ നല്ലപോലെ മൂത്ത്, ഈ ഇഞ്ചിയൊക്കെ ഒന്ന് നല്ലപോലെ മൂത്ത് വരുന്ന സമയത്ത് നമ്മളതിലേക്ക് തക്കാളി ആഡ് ചെയ്യണം. തക്കാളി ചേർത്താലാണ് ചെറിയ ചിക്കൻ കറിയിൽ നമുക്കറിയാലോ, അതുപോലെയൊക്കെ തന്നെ ഈ ഒരു ചെറിയൊരു പുളിരസം ഒക്കെ കയറി വരണമെന്നുണ്ടെങ്കിൽ ലൈറ്റായിട്ട് പുളിരസം വേണമെങ്കിൽ തക്കാളി തന്നെ വേണം. ആ തക്കാളി നമ്മൾ ചേർത്ത് നല്ലപോലെ ഇളക്കിയിട്ട് ആ മട്ടല് ഇങ്ങനെ നിർത്തി ഇങ്ങനെ ഒന്ന് കുടയുമ്പോണ്ടല്ലോ ആ മണം ആ ഉരുളി ആ ചട്ടിയിൽ നിന്ന് ഇങ്ങനെ മുകളിലേക്ക് വരും. അപ്പം നമുക്ക് മനസ്സിലായി കരിങ്കോഴി നിനക്ക് ഇതിൽക്കെടുക്കാനുള്ള നേരമായിട്ടാന്ന്. അപ്പോൾ നല്ല പോലെ വാടി വരുമ്പോൾ നമ്മൾ കരിങ്കോഴീനെ നല്ല ഈ മഞ്ഞൾ പൊടിയും ഉപ്പൊക്കെ ചേർത്ത് റെഡിയാക്കി വെച്ചില്ലേ അത് ഇങ്ങോട്ട് ആഡ് ചെയ്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കും. ഓക്കെ. പെരുംജീരക ചാർത്തണിഞ്ഞ് തക്കോല കമ്മലണിഞ്ഞ് കറുകപ്പട്ടടയണിഞ്ഞ് കരിങ്കോഴി പെണ്ണേ നീ ഒരുങ്ങുരുങ്ങ്. പാവം അതിന് 4-5 കഷ്ണാക്കി വെച്ച് കറിയൊക്കെ ഇടാന്നാലും ഈ സാധനങ്ങൾ തക്കോലം, പെരുംജീരകം, അതിൻ്റെ ഒപ്പം തന്നെ കറുകപ്പട്ട കൂടി ചേർത്തിട്ട് വറുത്തെടുത്തിട്ട് അമ്മീമെ അരച്ചെടുക്കണം. നമ്മൾ ഇഞ്ചിയും അതുപോലെ തന്നെ ബാക്കി എല്ലാ ഇതിലുള്ള ഇൻഗ്രീഡിയൻസിലും അരയ്ക്കാൻ പറ്റുന്നത് നമ്മൾ മിക്സിയിലല്ല അരച്ചിരിക്കുന്നത്. കാരണം ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞില്ലേ, മടിയാണ് കണ്ടുപിടുത്തം.
ഈ ഇപ്പോഴത്തെ ഈ അടുക്കളയിൽ പെരുമാറുന്ന ചേച്ചിമാർ അമ്മായിമ്മമാരുടെ നെഞ്ഞത്ത് കയറുന്നതിന് പകരം അമ്മീരെ നെഞ്ചത്തേക്ക് കയറി കഴിഞ്ഞാൽ കുടുംബത്തിൽ നല്ല രസമുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാകും. കാരണം മിക്സി ഒരു എളുപ്പവും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പോലും അമ്മീമ അരച്ചിട്ടുള്ള ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ്, ആ ടേസ്റ്റ് ഒരിക്കലും നമുക്ക് മിക്സിയിൽ അരച്ചാൽ കിട്ടില്ല എന്നുള്ളത് നല്ലൊരു ഭക്ഷണപ്രിയനായിട്ടുള്ള ഞാൻ ഈ ഭക്ഷണം കഴിച്ച് ടെസ്റ്റ് ചെയ്ത് മനസ്സിലാക്കിയുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് പരമാവധി ഈ സാധനങ്ങളൊക്കെ നമ്മൾ അമ്മീമ അരയ്ക്കുക. അമ്മി എന്ന് പറഞ്ഞാൽ അമ്മയുണ്ട്, അമ്മ എന്ന് പറഞ്ഞാൽ നന്മയാണ്. ആ നന്മ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുണ്ടാവും. അതാണ് ഈ അമ്മിയിൽ അരയ്ക്കാൻ പറഞ്ഞതിൻ്റെ കാരണം. അപ്പം നമുക്ക് പെരുംജീരകം, തക്കോലം, അതുപോലെ തന്നെ നമ്മുടെ കറുകപ്പട്ട, അതുപോലുള്ള മസാല കൂട്ടുകളൊക്കെ കൂടിയിട്ട് നമ്മൾ അമ്മിയും അരച്ച് അതാണ് നമ്മൾ ഇതിൽ ചേർക്കുന്നത്. ഇത് വെറൈറ്റി ആയിട്ടുള്ളൊരു ഇഡ്ഡലി ഒന്നല്ല, ഇത് ഇതിൻ്റെ മസാല കൂട്ടാണ്. എളുപ്പത്തിൽ എടുക്കാൻ വേണ്ടിയിട്ട് ഈ സാധനം എടുത്തുന്നുള്ളൂ. പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴേ പയറ്റ് കളിച്ചാടുന്നൊരു സാധനം ഇഡ്ഡലി ചെമ്പ് എന്നാണ് ഇതിനെ മലയാളത്തിൽ പറയാ, ഇംഗ്ലീഷിലും ഇഡ്ഡലി ചെമ്പ് തന്നെ പറയാം. ഇഡ്ഡലി ചെമ്പ്. ഇത് നമ്മുടെ നാടൻ മല്ലിപ്പൊടിയാണ്. ഇത് ഇങ്ങനെ വിതറി കൊടുക്കണം. അപ്പോൾ നമുക്ക് മനസ്സിലായി കിഴക്കോട്ടാണ് കാറ്റുന്നത്. എന്നാലും കുറച്ചും കൂടി വിതറി കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി വിതറി കൊടുക്കണം. ഇത് നമ്മുടെ ജാതിക്ക അരച്ചതാണ്. ജാതിത്തോട് മൊത്തം കറിയിലേക്ക് ഇത്ര മതി. ഒരു കരിങ്കോഴി മാക്സിമം പോവുക ഒരു കിലോനും അതിൻ്റെ ഇറച്ചി നമുക്ക് മാക്സിമം 1 കിലോനെ കിട്ടുള്ളൂ. അത്ര കിട്ടുള്ളൂ. കാരണം മാക്സിമം 1,500 1,600 കരിങ്കോഴി വളരുക. ഇത് പെരുംജീരകം പൊടിച്ച് വെച്ചിരിക്കുന്നത്. അത് നിങ്ങൾ തോന്നും പച്ച കളർ എന്താ, ഇത് അമ്മി മരച്ചുകൊണ്ടാണ് ഈ സാധനം ഇങ്ങനെയായത്, ഈ കളറ്. പെപ്പർ തക്കൻ എന്ന് പറഞ്ഞിട്ടുള്ള നാടൻ കുരുമുളകാണത്. നാടൻ അല്ലെങ്കിൽ പോലും കുരുമുളകിൽ ഏറ്റവും നല്ല രീതിയിൽ കായ്ബലം ഉണ്ടാവുന്ന കുരുമുളക്. ഇത് നമ്മുടെ ഏലക്കായും കച്ചോലും കൂടിയിട്ട് നമ്മൾ തക്കോലം കൂടിയിട്ട് പൊടിച്ചിട്ട് ചേർത്തുള്ളൊരു സാധനമാണ്. ഇത് തക്കോലം പൊടിച്ചതാണ്. ഇത് മുളക് പൊടിയാ അവിടെ ചെയ്തോണ്ടിരുന്നിട്ടാ നമ്മുടെ കൂട്ടുകാരന്മാരിൽ ആരോ ഇട്ടതാ. കാരണം അവരുടെ വിചാരം ചിക്കൻ കറി ഇട്ടുമ്പോൾ മുളക് പൊടി ചേർക്കണമല്ലോ. പക്ഷെ നമ്മൾ ഈ സാധനം വളരെ അന്തസ്സായിട്ട് ഇതിങ്ങനെ എടുത്തിട്ട് ഇതിങ്ങനെ കളയും. കാരണം ഇത് കളർ ചേർക്കുള്ള കാശ്മീർ നമ്മുടെ ഭാഗമൊക്കെ തന്നെ. പക്ഷെ ഈ കാശ്മീർ മുളക് പൊടി നമുക്ക് ഇതിലേക്ക് വേണ്ട. കാരണം എന്താ പറയുക, ആരോഗ്യം വളരെ നല്ല രീതിയിൽ മോശമാവും. അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ള നമ്മുടെ ഈ ഐറ്റംസ് ഇതാണ് നമ്മൾ ഇതിൽ ചേർക്കാൻ പോണത്. പിന്നെ ഈ അടുപ്പൊക്കെ വെച്ചിട്ട് ഈ ഗ്യാസ് അടുപ്പിൻ്റെ ഫീല് കാര്യങ്ങളൊക്കെ അല്ലല്ലോ. പണ്ടത്തെ അമ്മമാരൊക്കെ ഈ അടുപ്പിൽ ഊതി അവരെ ജന്മം കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലത്തെ ഒരു കാര്യം ഇത്. നമ്മുടെ ഈ സാധനം മൊത്തം ഇതിലേക്ക് ഒരുമിച്ച് തട്ടുകയാണ്. നമ്മുടെ നാടൻ കുരുമുളക് അരച്ചതാണ്. ഈ കുരുമുളക് ഇത് അരച്ച് കഴിഞ്ഞാൽ കറുത്തിരുന്നാലും കറുത്ത ആൾക്കാരെ വെടിവെച്ച് കൊല്ലുക എന്നുള്ളതൊരു ഫാഷനായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം നമ്മൾ ജീവിച്ചിരിക്കുന്നു. പക്ഷേ കറുത്തവനായാലും വെളുത്തവനായാലും ഈ ലോകത്തൊരു ജാതിയുള്ളൂ, മനുഷ്യൻ എന്നുള്ള ജാതിയാണ്. ഈ കുരുമുളക് കഴിച്ചത് വെളുത്തവനായാലും കറുത്തവനായാലും അവനൊരു എരിവുള്ളൂ, ഒറ്റ എരിവുള്ളൂ. ഈ സാധനത്തിൻ്റെ ഏറ്റവും വലിയ കാര്യം നമ്മുടെ ശാരീരിക ആരോഗ്യം കൂട്ടിക്കൊണ്ടുവരുന്ന ഏറ്റവും വലിയൊരു സാധനമാണ് കുരുമുളക്. വീണ്ടും കുറച്ചുകൂടി തക്കോലപ്പൊടി നമ്മുടെ പുളി ചേർക്കാനായിട്ട്. ഈ തക്കാളി ഇത് മുഴുവനൊന്നും ഇടുന്നില്ല, അരിഞ്ഞിപ്പോൾ ഒരു ആവേശത്തിന് അരിഞ്ഞെന്നുള്ളൂ. ചിക്കനെ പൊതിഞ്ഞ് വെച്ചില്ലേ ഉപ്പും മഞ്ഞളും കൂടിയിട്ട്, അതിന്റെ വെള്ളമാണത്. ഇത് എന്തിനാ ഒഴിക്കുന്നത് വെച്ചാൽ തക്കാളിയുടെ വേവ് കൂടാൻ വേണ്ടിയിട്ടാണ്. കരിങ്കോഴി നമ്മൾ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ലേശം ഇങ്ങനെ ഉപ്പ് ഇങ്ങനെ ചേർത്ത് കൊടുക്കണം. അത് പാകത്തിന്, അല്ലാണ്ട് അതിനപ്പുറത്തേക്ക് ഒന്നും വേണ്ട, കറക്റ്റ് പാകത്തിന്. മലയാളത്തിന്റെ തനിമ. ഇത് എന്റെ പോലെ കാണാൻ ഭംഗിയുള്ള വേപ്പല, നമ്മുടെ നാടൻ വേപ്പല. അതിനെ നമ്മളിത് ഇങ്ങനെ ഉരിഞ്ഞിട്ട് ഇതിങ്ങനെ കണ്ട ഇതിങ്ങനെ വലിച്ചിട്ടുണ്ടല്ലോ. ഇത് നല്ല പോലെ ഇടണം. ഇത് ഇങ്ങനെ അങ്ങോട്ട് വിടർത്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ മസാല ടേസ്റ്റിന്റെ ഒപ്പം നിൽക്കാൻ പറ്റിയുള്ള ഒരൊറ്റ പത്തല ഈ സാധനം. ഈ വടി വേണമെങ്കിൽ ഇടാം, പക്ഷെ വേണ്ട, ഈ വേപ്പല മതി. ഒരിക്കലും എടുത്ത് കളയരുത്. കറിവേപ്പില പോലെ തല്ലി കളയരുത് കൂട്ടുകാരും കോഴിയിറച്ചി. എൻ്റെ ഔഷധ ഗുണം അറിയില്ല കറിവേപ്പില. ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഒക്കെ എല്ലാ മസാലയും മിസ്സാക്കിയിട്ടുണ്ട്. കഴിഞ്ഞാൽ നമുക്ക് വാഴയിൽ വെച്ചിട്ട് കമ്പി ഇങ്ങോട്ട് മൂടി വയ്ക്കുക.
വേവട്ടെ. ഇത് നാടൻ കോഴിയിൽ പെടുന്നൊരു വിഭാഗമാണല്ലോ കരിങ്കോഴി. അതിൻ്റെ വേവ് നാടൻ കോഴിയിലെ പോലെ തന്നെയാണ്. അതിന് 1 മണിക്കൂർ എടുക്കും, 25 മിനിറ്റ് 40 സെക്കൻഡ് എടുക്കുന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം കോഴിയിറച്ചി വെന്തോന്ന് അറിയാൻ അതിൽ നിന്നൊരു കഷ്ണം എടുത്തിട്ട് ഉള്ളി നോക്കിയാൽ മതി. നമ്മളത് തന്നെ ചെയ്താൽ മതി. എങ്ങനെ നമ്മൾ ഇതിനൊരു കാൽക്കുലേറ്റർ വെച്ച് ഇത്ര സമയം എന്നൊന്നും പറയുന്നില്ല. നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ചാറിൽ ഇങ്ങനെ മിക്സായി അത് കിടന്ന് തിളയ്ക്കുമ്പോൾ അതിങ്ങനെ പതുക്കെ നമ്മുടെ കയ്യിലുണ്ട് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് എന്തോന്നറിയാം. ഇല്ലെങ്കിൽ അതെടുത്തൊരു ലേശം ചാറും കൂട്ടിയിട്ട് ഒരു കഷ്ണം ഒന്ന് ഞെക്കി നോക്കി കഴിഞ്ഞാലും കൃത്യമായിട്ട് അറിയാൻ പറ്റും ഇത് വെന്തോന്ന്. അപ്പോൾ ഈ കരിങ്കോഴിയുടെ ഈ നാടൻ കോഴികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു ഡ്യൂറേഷൻ, ഇപ്പോൾ അവരുടെ വയസ്സ് ഇപ്പോൾ ഒരു 1.5 കൊല്ലമായിട്ടുള്ള ഒരു കോഴിയാണെങ്കിൽ അത് വേവണതും പിന്നെ ഒരു 8 മാസമായിട്ടുള്ള ഒരു കോഴിയാണെങ്കിൽ അതിൻ്റെ വേവും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ ചെയ്തുണ്ടാക്കിയിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യുന്ന അറിയേണ്ട ഒരു കാര്യമാണ്. എത്രയാണ് അതിൻ്റെ വേവ്, എത്രയാണ് അതിൻ്റെ സമയം എന്നുള്ളത്. നാടൻ കോഴിയേക്കാളും ഒരു 10 മിനിറ്റ് കൂടുതൽ എപ്പോഴും കരിങ്കോഴി വേവിക്കുന്നത് നല്ലതാണ്. അതിന് കാരണം എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി ഒന്ന് ഉടഞ്ഞ് ചേരണത് അതിൻ്റെ അതിൻ്റെ ഉള്ളിലുള്ള പറഞ്ഞിട്ടുള്ള നമ്മൾ കുറച്ച് നേരത്തെ പറഞ്ഞ മരുന്ന് കോഴി എന്ന് പറയുന്ന കരിങ്കോഴിയുടെ ആ മരുന്നുകളും കാര്യങ്ങളൊക്കെ ഒന്ന് ആ ഗ്രേവിയിലൊക്കെ ഒന്ന് മിക്സ് ആവാൻ കുറച്ച് കൂടുതലത് വെന്തോട്ടെ. നമ്മുടെ ചിക്കൻ ഇങ്ങനെ വെന്ത് വരുമ്പോൾ നാടൻ നല്ല ചക്കിലാട്ടി വെളിച്ചെണ്ണ ഒരു അടപ്പിലെടുത്ത് അത് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒന്ന് ഒഴിച്ച് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്ത് ജിജി പോയി തിരിച്ചു തുള്ളണ വെളിച്ചെണ്ണയിൽ കെടുക്കണ കോഴി അറിഞ്ഞു നീ എൻ്റെ ചെറുക്കൻ ഇന്നൊരു തമ്പുരാനായി തുടിച്ചു തുള്ളണ വെളിച്ചെണ്ണയിൽ കെടുക്കണ കോഴി അറിഞ്ഞു നീ എൻ്റെ ചെറുക്കൻ ഇന്നൊരു തമ്പുരാനായി കുടിച്ച കണ്ണീരിലൊടുക്കം തേനിന്റെ മധുരവും കേറി മടിച്ചു നിന്നൊരു മടിക്കുത്തിൽ കിലുക്കവും കേറി അടിച്ചു മീറ്ററായി തുടുത്തു നിക്കണ തടിച്ചൊരു സോമ അടിച്ചു മീറ്ററായി ഇടഞ്ഞു നീ വീഴല്ലേ സോമ തുടിച്ചു തുള്ളണ വെളിച്ചെണ്ണയിൽ കെടുക്കണ കോഴി അറിഞ്ഞു നീ എൻ്റെ ചെറുക്കൻ ഇന്നൊരു തമ്പുരാനായി തുടുത്തു നിൽക്കണ തുടുത്ത കുപ്പിയിൽ സ്കോച്ച് കാണുമ്പോ കുടിച്ച ചാരായം പുളിച്ചതാണെന്ന് പറയരുതേ നീ തുടുത്ത കുപ്പിയിൽ തുടിച്ചു തുള്ളണ സ്കോച്ച് കാണുമ്പോ കുടിച്ച ചാരായം പൊള്ളിച്ചതാണെന്ന് പറയരുതേ നീ വന്ന വഴി മറക്കരുതേ നീ